കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ ചൂട് പിടിച്ച ചർച്ചയിന് നീതുവിൻ്റെ സഹോദരനും ഫ്രണ്ട്സും വന്ന് വഴക്കുണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ. അപ്പോൾ സുഭാഷ് പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഹരീഷ് വരുമ്പോൾ പറഞ്ഞു കൊടുക്കരുത്. അവനത് മതി, ഇത്തിരി കിട്ടിയാൽ മതി, അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കും, മനസ്സിലായല്ലോ എന്ന് പറയും. അപ്പോൾ നികേഷ് പറയും ഞാനായിട്ടൊന്നും പറയില്ല എന്ന് പറയും. ഞാനും പറയില്ല എന്ന് പറയും. എന്നാൽ അവൻ്റെ ഏട്ടൻ ആരാണ്, അയാളെ വീട് അത്ര വലിയതൊന്നും അല്ലല്ലോ, നമ്മളെ വീടിനെ വന്ന് അപമാനിക്കാന്നൊക്കെ നികേഷ് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. എന്നോടാണ് ഞാൻ പറഞ്ഞത് ഇതിവിടെ വിട്ട് ഇവിടെ അവസാനിപ്പിക്കുക എന്നൊക്കെ പറയും. ആ സമയത്ത് പെട്ടെന്ന് ഹരീഷ് വരും. ഹരീഷ് വരുമ്പോൾ അച്ഛനിങ്ങനെ പൊരാന്തലിക്കുന്നുണ്ട്. അവിടെ ഹരീഷ് എന്ന് വിളിക്കും. ഹരീഷ് മൈൻഡ് ചെയ്യാണ്ട് അകത്തേക്ക് പോകും. പക്ഷേ ഹരീഷിനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് സുഭാഷിൻ്റെ സ്വഭാവമാണ്. സുഭാഷ് ഹരീഷാ നീയോ എപ്പോൾ വന്നു, വാടാ ഇരിക്കടാ ചോറെടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും. ഇതെന്താ ചേട്ടാ ഇങ്ങനെ പരിചയം, ഞാനെന്താ ആദ്യമായിട്ട് വരുന്ന പോലെ, ഞാൻ വന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാറില്ലല്ലോ, ഞാൻ കൈയും കാലൊക്കെ ഒന്ന് കഴുകട്ടെ എന്ന് പറയുന്നേ. അത് കേട്ടപ്പോൾ എന്നിട്ട് ഹരീഷ് അകത്തേക്ക് പോകും, പുറത്തേക്ക് പോകും. അപ്പോൾ സുധീഷ് എന്ന് പറഞ്ഞാൽ അയ്യോ എന്തപ്പാ കണ്ടേ, ഞങ്ങൾ ഉപദേശിച്ചിട്ട് കോളാക്കിയല്ലേ, കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ വരുന്ന ഒരാളെ പോലെയുള്ള പേട്ടൻ സംസാരിച്ചത് ഇയാൾക്ക് മനസ്സിലൊന്നും വെക്കാൻ അറിയില്ലടോ എന്നൊക്കെ പറയും. അത് തന്നെ എന്ന് പറഞ്ഞ് ചേട്ടനും കൂടെ ഒന്നാവും, അതായത് നികേഷും സുധീഷും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും അകത്തേക്ക് വരുമ്പോൾ ചോറെടുക്കട്ടാന്ന് ചോദിക്കും. നിങ്ങൾക്ക് എന്താ പറ്റിയേ, എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കണേ, എന്താ ഇവിടെ ഉണ്ടായേ, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും ഒന്നും പറയുന്നില്ല. അപ്പോഴത്തേനും അച്ഛമ്മ എന്ന് പറയും ഞാൻ പറയാടാന്ന് പറയും. ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാനുള്ള ചാങ്കൂറ്റം കാണിക്കണോടാ, അല്ലാതെ മറിഞ്ഞെന്നല്ല പ്രേമിക്കാന്ന് പറയും. ഇയാൾ എന്തീ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അതെ നിൻ്റെ ആ പെണ്ണിൻ്റെ സഹോദരനും കുറച്ച് ഗുണ്ടകളും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായടാ, ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരെയും ചീത്ത വിളിച്ചെന്ന് പറയും. ആര്, നീതുവിൻ്റെ ഏട്ടനോന്ന് ചോദിക്കും. അതന്നെ നീതുവിൻ്റെ ഏട്ടൻ, പണ്ടവനെ എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് ഡ്രൈവിംഗ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അവൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ, അവൻ വലിയ ആളായി എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ഹരീഷ് അങ്ങോട്ട് ചാടി എഴുന്നേക്കും. പറയും സത്യം പറ എന്താ ഇവിടെ ഉണ്ടായെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും സുധീഷ് അച്ഛനെ പിടിച്ച് വലിച്ച് അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളോട് ആര് പറഞ്ഞ ആവശ്യമില്ലാത്ത പറയാം, നിങ്ങളൊന്ന് പോയേന്ന് പറയും. എന്നിട്ട് സുധീഷ് പറയടാ മോനെ ഞങ്ങൾ അങ്ങനെ ചീത്തൊന്നും വിളിച്ചൊന്നുമില്ല, അവനിവിടെ വന്ന് കാര്യം പറഞ്ഞെന്നുള്ളൂ, അല്ലാതെ അവൻ ചീത്ത വിളിക്കുകയും സുഭാഷ് ചേട്ടനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂടാന്ന് ചോദിക്കും. പറയും സുഭാഷ് ചേട്ടനെ വല്ലതും ചെയ്തോ, അച്ഛൻ പറയുന്ന മര്യാദയ്ക്ക് അച്ഛൻ പറഞ്ഞത് പറയട്ടെ, അച്ഛൻ ഇയാളെന്തിനോടോ പിടിച്ച് മാറ്റി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയടാ ഒരു കുഴപ്പമില്ലടാ, ഇവിടെ വന്ന് ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞുള്ളൂ, ഞങ്ങളും അതിനേറ്റ് പറഞ്ഞ് അവരപ്പോൾ തന്നെ പോയടാ, വേറെ പ്രശ്നമൊന്നുമില്ല. അതെ അപ്പോൾ ഇപ്പോൾ തന്നെ ചോദിക്കാൻ പോകണമെന്ന് പറയും. അങ്ങനെ വിട്ടപ്പോൾ ഇല്ല, എൻ്റെ വീട്ടിൽ വന്ന് കയറി എൻ്റെ വീടിനെ അപമാനിക്കാൻ അവനാര്, അവൻ്റെ വീട് എന്തുട്ടാന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഹരീഷ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാൻ പോണ്. അപ്പം നിധി പറയും വേണ്ട ഹരീഷേ ഇന്നൊന്നും ആവണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിൻ്റെ പിന്നാലെ വേറെ ഒരു വിഷയമായിട്ട് നടക്കണ്ടെന്ന് പറയും. അങ്ങനെ ഏട്ടത്തി പറഞ്ഞത് കേട്ടപ്പോൾ നേരെ മുറ്റത്തേക്ക് പോകണടാ, നീ ഇനി എങ്ങടാ പോണേന്ന് ചോദിക്കും. ഞാൻ ദേ മുറ്റത്തുണ്ട്, ഞാൻ ഒരിടത്തിലും പോകണില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നിൽക്കും. ആ സമയത്ത് നീതു വിളിക്കും, 5-6 പ്രാവശ്യം വിളിക്കുമ്പോൾ കട്ട് ചെയ്യും. പിന്നെയും ഫോൺ എടുക്കും. എന്താടി നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. നീ ഇതിനിങ്ങനെ ചൂടാവണം, ഞാൻ എത്ര തവണയായി വിളിക്കണേ, എന്തിനാ വിളിക്കണേ, നീ കാരണമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായി, എന്നിട്ട് ചേട്ടൻ എന്തിനാണ്ടി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിലുള്ളവരെ വഴക്ക് പറഞ്ഞത്, നിനക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഇല്ലാത്ത നേരത്ത് വരുന്ന അവന് ഞാനുള്ളപ്പോൾ വന്നുകൂടാടി എന്നൊക്കെ ചോദിക്കും. അത് ചോദിക്കാൻ ഞാൻ വിളിച്ചത്, ഞാൻ അറിഞ്ഞിട്ട് വന്നതല്ല, ഞാൻ നിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നത്, നീ എന്താ മനസ്സിലാകാത്തത്, നീ എന്ത് പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഈ നിലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോഴത്തേനും അമ്മ കയറി വരും. അമ്മ ഒരിക്കൽ ആരോടെണ്ടി സംസാരിച്ചെന്ന് ചോദിക്കും. എന്താ സംശയം ഹരീഷിനോടെന്ന് പറയും. നിങ്ങളുടെ മോനെന്തിനാ അവരെ വീട്ടിൽ പോയി സംസാരിക്കണേ, അങ്ങനെ പറയാൻ മാത്രം ആ വീടിന് എന്താ കുഴപ്പമുള്ളത്, ഈ വീട് ഇത്ര വലിയതാണോ എന്നൊക്കെ ചോദിക്കും. നിന്നോടല്ലേടി പറഞ്ഞത് നാണം കേട്ടവളെ, ഇനി അവനോട് മിണ്ടരുതെന്ന്, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ മിണ്ടും. ഇനിയൊരു കാര്യം കൂടി കേട്ടോ, നിങ്ങളുടെ മകൻ ഇനി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഈ ഹരീഷും ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലല്ലോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇനി നിങ്ങളുടെ മോൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരടി കൊടുക്കും. രണ്ടാമത് അടിക്കാൻ പോകുമ്പോൾ കൈ കയറി പിടിക്കും. നിങ്ങൾ എത്ര അടിച്ചിട്ടും കാര്യമില്ല, ഞാൻ ഹരീഷിനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അതിനുശേഷം വീണ്ടും ഹരീഷ് അകത്തേക്ക് ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങളും കൂടി അച്ഛൻ വന്ന് പറയും. ഇങ്ങനെ അപമാനിച്ച് എന്നെ കിളവെന്ന് വിളിച്ചു, കാർന്നോരെന്ന് വിളിച്ചു, വീട്ടിലുള്ളവരെല്ലാവരും അപമാനിച്ചു, ചന്ദ്രൻ്റെ വീട് വല്ല മണിമാളികയാണോ എന്നൊക്കെ ചോദിച്ച് പറയാനുള്ളത് മുഴുവൻ പറയും. അങ്ങനെ സുധീഷ് ഈ മനുഷ്യനെ കൊണ്ട് തോറ്റ് എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അതിനുശേഷം പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ് നിധിക്ക് ചായ കൊണ്ടുവരുന്ന സുഭാഷ്, കൂട്ടത്തിൽ നികേഷനുണ്ട്. അപ്പം ഹരീഷ് എന്തേന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പുറത്തേക്ക് പോയല്ലോ എന്ന് പറയും. പുറത്തേക്ക് പോയോ എന്ന് പറയും. രണ്ടാളും കൂടി പോണ കണ്ടേന്ന് പറയും. സുധീഷ് പോയി, അപ്പോൾ അത് പന്തികേടല്ലല്ലോ എന്ന് പറയും. എന്നാൽ സംശയിക്കേണ്ട, നീതുവിൻ്റെ വീട്ടിലേക്ക് ആവുമെന്ന് നികേഷ് ഉറപ്പിച്ച് പറയും.
ഇവരെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറയും. പക്ഷെ അത് സംഭവം ശരി തന്നെയാണ്. നടന്നാണ് രണ്ട് ചേട്ടനെയും കൂടെ കൈ കോർത്ത് നേരെ പോകും. നീതുവിൻ്റെ വീട്ടിൽ ചെന്ന് ഗേറ്റ് തുറന്നെടുക്കണം. എന്നാലും അകത്തേക്ക് കയറാൻ പോകുമ്പോൾ ചന്ദ്രൻ വന്ന് പറയേ എവിടേക്ക് പോകണം, ഗേറ്റ് തുറന്നെടുക്കണ കണ്ടില്ലേ, ഗേറ്റ് തുറന്നെടുക്കണത് കണ്ടിട്ട് അകത്തേക്ക് കയറി വരണമെന്ന് ചോദിക്കും. അതെ, നിങ്ങൾ സമാധാനപ്പെടുമെന്ന് പറയും. എന്നിട്ട് നേരെ അകത്തേക്ക് കയറും. എടാടാ ഗുണ്ടകളാണോ നിങ്ങളോട് ആര് പറഞ്ഞാൽ എൻ്റെ പപ്പാരുടെ അകത്തേക്ക് കയറാമെന്ന് ചോദിച്ചിട്ട് അയാളകത്തേക്ക് കയറും. അപ്പോഴത്തേക്കും നീതും അമ്മയും വരും. എന്തിനാ ഇവരും ഇങ്ങോട്ട് വന്നത്, നീ വിളിച്ചിട്ടേണ്ടേ അവർ വന്നതെന്ന് ചോദിക്കും. ഞാൻ വിളിച്ചിട്ടൊന്നല്ല എന്ന് പറയും. സമാധാനപ്പെടുന്നേ എന്ന് പറയും. എന്നിട്ട് വീടിൻ്റെ ഉള്ളും ഒക്കെ നോക്കും. തരക്കേടില്ല എന്നാലും എന്നൊക്കെ പറഞ്ഞായിട്ട് സുധീഷ് പരിഹസിക്കുന്നു. അപ്പോഴത്തേനും നീതുവിൻ്റെ ചേട്ടൻ വരും. നീ എന്താടാ ഗുണ്ടായുസം കാണിക്കണമെന്ന് ചോദിക്കും. നീ എന്തിട്ടാ വലിച്ചു കയറ്റണേന്ന് സുധീഷ് ചോദിക്കും. നിൻ്റെ കണ്ണും മുഖമൊക്കെ ആകെ ചോദിക്കുന്നുണ്ടല്ലോടാ, നീ നല്ല സാധനം ഒന്നല്ലേടാ വലിച്ചു കയറ്റണേന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ അന്തം വിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. ചന്ദ്രനും ഭാര്യയും കൂടെ നമ്മുടെ സുധീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ സുധീഷും സുഭാഷും നികേഷും ഹരീഷും അച്ഛനൊക്കെ ഉണ്ട്. എല്ലാവരും നമ്മുടെ നിധിയുണ്ട്. എല്ലാവരും കൂടെ വരാന്തയിലേക്ക് വരുന്നിട്ട് ചോദിക്കും, മേടാ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റിയ വീടാണടാ ഇത് എന്നിങ്ങനെ അമ്മ ചോദിക്കുന്നു. ഈ വീടിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് കേട്ടപ്പോൾ അവർക്ക് ആർക്കും ഒന്നും മറുപടിയില്ല. അങ്ങനെ ചെക്കന്മാർ മുഴുവൻ ഇങ്ങനെ വായ അടച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ പറയുന്നത് മുഴുവൻ കേട്ടിട്ട്. ആ സമയത്ത് നിധി സുധീഷിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ട് താലിമാല മേടിക്കുന്നുണ്ട്. താലിമാല മേടിച്ചിട്ട് കഴുത്തിലിട്ടിട്ട് പറയും, അതേ 5 മാസമായി സുധീഷിനെ കഴിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് വന്നു. ഞാനൊരു പെണ്ണല്ലേ, ഞാനിവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ എന്നീ വീട്ടിലേക്ക് വന്ന് കയറിയ അന്ന് മുതൽ ഈ വീട്ടിനെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം തെറ്റുണ്ടെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കണേന്ന് ചോദിക്കും. സുധീഷിനത് കേട്ടോടുകൂടി ഭയങ്കര സന്തോഷമാവണം. സുധീഷിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നു എന്നൊരു വാക്ക് കേട്ടോടുകൂടി തന്നെ സുധീഷിൻ്റെ ഹൃദയവും മനസ്സുമൊക്കെ നിറയുന്നു. അതുപോലെ തന്നെ സുഭാഷനും നികേഷിനൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭാസ്കരൻ്റെ കണ്ണും തള്ളി പോകണ്. മനസ്സുകൊണ്ട് ഭാസ്കരൻ ചിരിക്കുന്നു. കാരണം അമ്മരെയും അതായത് നീതുവിൻ്റെ അമ്മരെയും അച്ഛൻ്റെയും വായ അടപ്പിച്ചുകൊണ്ടാണ് നിധി ഓരോ വാക്കുകളും സംസാരിച്ചു കൊണ്ടിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.